നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 3 ദിവസം കൂടി മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തീരപ്രദേശത്ത് താമസിക്കുന്നവരും താഴ്ന്ന പ്രദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു വീണു. മന്ദലാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ MLAയുടെയും കളക്ടറുടെയും അധ്യക്ഷതയിൽ യോഗം ചേരും. തിപ്പലശ്ശേരി മൃഗാശുപത്രിക്ക് സമീപം റോഡ് തോടായി. ചാട്ടുകുളത്ത് നടപ്പാതയ്ക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങി റോഡ് ചെളിക്കുളമായി മാറി. വേലൂർ കുറുമാലിൽ കടന്നലുകളുടെ ആക്രമണം. 3 പേർക്ക് സാരമായി പരിക്കേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പ്രദേശവാസിക്കുമാണ് പരിക്ക്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകർക്ക് ഉൾപ്പെടെ നിരവധി യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ ഗുരുവായൂരിലെ പാത തിരുനാവായയിലേക്ക് നീട്ടണമെന്നും വടക്കോട്ടുള്ള ട്രെയിൻ സർവീസ് നാടിന്റെ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്നും CPI. കേച്ചേരിയിൽ പട്ടാപ്പകൽ മോഷണം. വീടിന് മുൻപിൽ നിന്ന് തൂക്കുവിളക്ക് കവർന്നു. വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് മോട്ടോറുകൾ കടത്താനുള്ള ശ്രമത്തിനിടെ മോഷ്ടാവിനെ പിടികൂടി. പോലീസിൽ ഏൽപ്പിച്ചു. പിടിയിലായത് കാലടി കാഞ്ഞൂർ സ്വദേശി കോട്ടയ്ക്കൽ വീട്ടിൽ ജോസഫ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. 3 ദിവസം കൂടി മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരളത്തിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. തീരത്ത് 4.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്കും സാധ്യതയുണ്ട്. തീരമേഖലയിൽ രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. 19-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളത്ത് വീട് തകർന്നു. അയ്യപ്പത്ത് റോഡിൽ കോലാടിപ്പറമ്പിൽ ശ്രീകുട്ടൻ എന്ന വിജേഷിന്റെ ഇരുനില വീടാണ് നിലം പൊത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 4:30-ക്കാണ് സംഭവം. കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കാനായി വിജേഷും ഭാര്യയും 2 മക്കളും എഴുന്നേറ്റ സമയത്തായിരുന്നു സംഭവം. ശബ്ദം കേട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. മഴയിൽ വീടിന്റെ ചുവരുകൾക്കിടയിലേക്ക് വെള്ളം ഇറങ്ങിയതാണ് ഇടിയാൻ കാരണമായതെന്ന് കരുതുന്നു. വീട്ടുസാധനങ്ങളെല്ലാം തന്നെ നശിച്ചു. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ചൊവ്വന്നൂരിലെ തകർന്ന വീടും പരിസരവും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സന്ദർശിച്ചു. കോലാടിപ്പറമ്പിൽ വിജേഷിന്റെ വീടാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഉണ്ടായ മഴയിൽ തകർന്നത്. വിജേഷും കുടുംബവും വീട് തകർന്നു വീഴുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയതിനാൽ വലിയ ദുരന്തം ഒഴിവാവുകയായിരുന്നു. വിവരമറിഞ്ഞ് രാവിലെ തന്നെ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് നഗരസഭാ പരിധിയിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചു. വിജേഷിന്റെ വീടിന് മുന്നിലുള്ള വാടക വീട്ടിലേക്ക് കുടുംബത്തെ മാറ്റി പാർപ്പിക്കുവാൻ നിർദ്ദേശം നൽകി. വടക്കാഞ്ചേരി റോഡിലെ എയ്ഡഡ് LP സ്കൂളിൽ നിന്ന് വിജേഷിന്റെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ നൽകുവാനുള്ള നടപടികളും സ്വീകരിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്തിലെ മന്ദലാംകുന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ ഗുരുവായൂർ MLA NK അക്ബറിന്റെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ യോഗം ചേരുവാൻ തീരുമാനം. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-ന് ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിലാണ് യോഗം ചേരുന്നത്. പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ മന്ദലാംകുന്നിൽ ചാക്കോലയിൽ റോഡ്, AKG റോഡ്, അൽ അമീൻ റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. ദേശീയപാത നിർമ്മാണത്തിനായി ഇവിടെ നിന്നും ലോഡ് കണക്കിന് മണ്ണെടുത്തുകൊണ്ടുപോയതാണ് വെള്ളം ഇവിടെ കെട്ടിനിൽക്കാൻ കാരണം. മാത്രമല്ല, അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും മഴ പെയ്തപ്പോൾ ഇവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അധികൃതർ ഇടപെട്ടതുകൊണ്ട് ദേശീയപാത അധികൃതർ കാന നിർമ്മിച്ച് വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കാമെന്ന് ഉറപ്പു നൽകുകയും ഇതിനായി 2 അടി വ്യാസമുള്ള കോൺക്രീറ്റ് പൈപ്പ് കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മഴയ്ക്ക് ശമനമായപ്പോൾ ദേശീയപാത ഉദ്യോഗസ്ഥർ തന്നെ പൈപ്പുകൾ തിരിച്ചുകൊണ്ടുപോവുകയാണുണ്ടായത്. ഈ വർഷം മഴ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ വെള്ളം കയറുകയും സർവീസ് റോഡ് അടച്ചിടുകയും സ്പീഡ് ട്രാക്കിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയുമാണുണ്ടായത്. അന്നു മുതൽ രാപ്പകലില്ലാതെ 2 വലിയ മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പു ചെയ്ത് കളയുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ട് മാറുകയോ സർവീസ് റോഡ് തുറന്നുകൊടുക്കാനോ സാധിച്ചിട്ടില്ല. ഇതുമൂലം നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത്. പല വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ NK അക്ബർ MLAയ്ക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയത്.
ഇതിനെ തുടർന്നാണ് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ, റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി യോഗം വിളിക്കുന്നതിന് തീരുമാനമായത്. കോടികൾ മുടക്കി നവീകരിച്ച AEO ചങ്ങരംകുളം പൊതുമരാമത്ത് റോഡിൽ വെള്ളക്കെട്ട്. പാലക്കൽ കടവിൽ റോഡിൽ വെള്ളം കെട്ടിനിന്ന് കാൽനട യാത്ര പോലും ദുസ്സഹമായി. സമീപത്തെ 10ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന വാടക കോട്ടേഴ്സുകൾക്ക് മുന്നിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഈ ഭാഗത്ത് റോഡ് ഉയർത്താതെ നവീകരണം നടത്തിയതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം. കോൾപ്പാടത്ത് ജലനിരപ്പ് ഉയരുമ്പോൾ വെള്ളത്തിനടിയിലായിരുന്ന റോഡ് ഉയർത്താതെ നവീകരിക്കുന്നതുകൊണ്ട് ഫലമില്ലെന്നറിയിച്ച് നാട്ടുകാർ രംഗത്ത് വന്നെങ്കിലും ഇത് അവഗണിച്ചാണ് പ്രവൃത്തി നടത്തിയത് എന്ന് പറയുന്നു. വർഷങ്ങളായി ഇവിടെ മഴക്കാലത്ത് വെള്ളം കയറാറുണ്ട്. ഇതിനെ തുടർന്നാണ് പാലക്കൽ കടവ് ഭാഗത്ത് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നവീകരണ പ്രവർത്തികൾ നടത്തിയത്. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പലശ്ശേരിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ. മരം കടപുഴകി വീണ് വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി പോസ്റ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തിപ്പലശ്ശേരി വീട്ടിൽ ജയേഷിന്റെ വീടിന് മുൻവശത്തെ ഷീറ്റുകളും ഹരിദാസിന്റെ വീടിന് പുറകുവശത്തെ ഷീറ്റുകളുമാണ് മരം വീണ് തകർന്നത്. 2 വൈദ്യുതി പോസ്റ്റുകളും തകർന്നു വീണു. മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചു. കനത്ത മഴ മൂലം ചാട്ടുകുളത്ത് നടപ്പാതയ്ക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങി റോഡ് ചെളിക്കുളമായി മാറി. ഇരുചക്രവാഹനങ്ങൾ ചെളിയിൽ തെന്നി വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അധികൃതർ എത്രയും പെട്ടെന്ന് ചെളി നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് തോടിന് സമമായി. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പലശ്ശേരി മൃഗാശുപത്രിക്ക് സമീപത്തുള്ള റോഡാണ് മഴ പെയ്താൽ തോടിന് സമാനമായി മാറുന്നത്. ഇതോടെ റോഡരികിലുള്ള 8 വീട്ടുകാരാണ് ദുരിതത്തിലായത്. മഴ കനത്താൽ ഉയർന്ന പ്രദേശത്ത് നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യമില്ലാത്തതാണ് നാട്ടുകാർക്ക് ദുരിതമാകുന്നത്. എരുമപ്പെട്ടി വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂളിലെ ക്ലാസ് മുറിയുടെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണ് ഓടുകൾ തകർന്നു. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് തേക്ക് മരത്തിന്റെ കൊമ്പ് പൊട്ടിവീണത്. 1-2 ക്ലാസുകളുടെ മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. പുലർച്ചെയുണ്ടായതിനാൽ വൻ അപകടം ഒഴിവായി. ഓടുകൾ തകർന്നത് മൂലം ഈ ക്ലാസ് മുറിയിലെ കുട്ടികളെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റിയാണ് ഇന്ന് പഠനം നടത്തിയത്. സ്കൂളിന്റെ തൊട്ടടുത്ത പറമ്പിൽ നിന്നിരുന്ന ഉണങ്ങിയ മരവും സ്കൂളിലേക്ക് വീണിട്ടുണ്ട്. വ്യാപക നാശം വിതച്ച ചുഴലി. എളവള്ളി പഞ്ചായത്തിലെ കാക്കശ്ശേരി പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായത്. പ്രദേശത്തെ വീടുകളിലെ മരങ്ങൾ കടപുഴകി വീണും വീടുകളുടെ ഓടും ഷീറ്റുകളും പറന്നുപോയും കാറിന്റെ മുകളിലേക്ക് മരം വീണും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീണിട്ടുണ്ട്. നീർത്താട്ടിൽ പുഷ്പാകരൻ, ചൊവ്വല്ലൂർ ജോസ്, നീർത്താട്ടിൽ മധു, ചൊവ്വല്ലൂർ ഹർഷൻ, ചുഴലി ബിജു, ഏലന്ത്ര പ്രേമൻ, കുമ്മത്ത് സോമൻ, അങ്ങാടിപ്പറമ്പിൽ കൃഷ്ണൻ, പാമ്പിങ്ങൽ ഗംഗാധരൻ, അമ്പലത്തുവീട്ടിൽ ബഷീർ, കറുപ്പം വീട്ടിൽ അബ്ദു തുടങ്ങിയവരുടെ വീടുകളിലാണ് ചുഴലി നാശം വിതച്ചത്. വ്യാപകമായി നാശനഷ്ടം സംഭവിച്ച സ്ഥലങ്ങളിൽ മുരളി പെരുന്നെല്ലി MLA സന്ദർശനം നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ബിജു കുരിയാക്കോട്ട്, KG സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെറുപുഷ്പം ജോണി, MV അനീഷ്, എളവള്ളി വില്ലേജ് ഓഫീസർ ജോയ്സി എന്നിവരും MLAയോടൊപ്പം നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ നിന്ന് ചേറ്റുവ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നിരവധി വാഹനങ്ങൾ പോകുന്ന പ്രധാന പാതയാണിത്. റോഡിലെ കുഴികൾ അറിയാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. റോഡിന്റെ സമീപത്തുള്ള വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതിയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകി പോകുവാനായി നിർമ്മിക്കുന്ന കാൻ ഉൾപ്പെടെയുള്ള യാതൊരു സജ്ജീകരണവുമില്ലാത്തതാണ് ഇതിന് കാരണം. വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമരമെല്ലാം നടത്തിയിരുന്നുവെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. മഴ കനക്കുന്നതോടെ റോഡ് പൂർണ്ണമായും മുങ്ങിപ്പോകാനാണ് സാധ്യത. എല്ലാ വർഷം മഴ പെയ്താലും ഇത് തന്നെയാണ്. വെള്ളം കയറിയിട്ട് കടയിലേക്ക് കയറാനും പറ്റുന്നില്ല. വെള്ളത്തിൽ നിന്നാണ് കടയിലേക്ക് ഇത് കയറി വരുന്നത്. അതുമാതിരി തന്നെ അവര് അധികാരികളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവര് ഒരു നടപടി ഇതിന് സ്വീകരിക്കുന്നില്ല. പിന്നെ ഓൾറെഡി ഇവിടെ കാനുണ്ട്. ആ കാനയിൽ മണ്ണ് മെത്തുമ്പോഴേക്ക് മണ്ണ് കയറി കിടക്കുകയാണ്. മഴ അതിൻ്റെ മണ്ണ് കോരി കളഞ്ഞാൽ കഴിഞ്ഞാൽ ഈ വെള്ളം അതിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ക്ലിയർ ആവും. പക്ഷെ അധികാരികളോട് പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. അവർ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ റോഡാണിത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറയുന്നു. വെളിയങ്കോട് ലോക്ക് കം ബ്രിഡ്ജ് നിർമ്മാണത്തിന് വേണ്ടി കനോലി കനാലിന് കുറുകെ കെട്ടിയ ബണ്ടുകൾ പൊളിക്കാൻ നടപടികളായി.
വെള്ളമൊഴുക്കാനായി കനോലി കനാലിന് ബദലായി നിർമ്മിച്ചിരിക്കുന്ന കനാലിലൂടെ വെള്ളമൊഴുക്കി വിടുന്നുണ്ടെങ്കിലും കനത്ത മഴയിൽ കനാലിന്റെ പരിസര പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായ സാഹചര്യത്തിൽ പൊന്നാനി MLA P. നന്ദകുമാർ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടുകൂടി ബണ്ട് പൂർണ്ണമായും തുറന്ന് കനോലി കനാലിലെ ഒഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഇതോടെ കനോലി കനാലിന്റെ പരിസര പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ പരിഹാരമാകും. ചാവക്കാട് മുനയ്ക്കക്കടവിൽ കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ വനിതാ മാധ്യമപ്രവർത്തകയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. മേഖലയിലെ ഓൺലൈൻ ചാനൽ റിപ്പോർട്ടർ KS പാർവതിക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമമുണ്ടായത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്കാണ് സംഭവം. പ്രദേശത്തെ കടൽക്ഷോഭം രൂക്ഷമായതോടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ പാർവതിക്ക് നേരെ മുനയ്ക്കക്കടവ് ഇക്ബാൽ നഗർ നിവാസികളായ ഒരു കൂട്ടം യുവാക്കൾ കയ്യേറ്റത്തിന് മുതിരുകയായിരുന്നെന്നാണ് പരാതി. കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു. യുവതി ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ഞങ്ങൾ വീഡിയോ എടുക്കണ്ട ഒരു വീഡിയോ എടുക്കണ്ട. ഞങ്ങളെ മൊബൈലാണ് ഫോട്ടോ എടുത്തോ ഞങ്ങൾ പോയിക്കോന്ന് പറയണേ. ഞങ്ങൾ ഇവിടെ ദുരക്കൊള്ളേ ഇതിനെന്താ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഈ വീഡിയോ എടുക്കണേ നിങ്ങൾ എന്തും ചെയ്യാൻ പറ്റുമോ? ചാനലുകൾ കുറെ ചാനലുകൾ വരും ഇവിടെ. പറ്റൂല, സമ്മതിക്കൂല, വീഡിയോ എടുക്കരുത്. മറ്റു വാർത്തകൾ. സുമനസ്സുകളുടെ സഹായത്തിന് കാത്തു നിൽക്കാതെ പ്രശാന്ത് കുമാർ യാത്രയായി. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പോർക്കുളം കൊങ്ങണൂർ കല്ലായിൽ 53 വയസ്സുള്ള പ്രശാന്ത് കുമാറാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ മരിച്ചത്. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള പണം സ്വരൂപിക്കാനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിരുന്നു. മകൻ വിവേകിന്റെ കരൾ മാറ്റിവെക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇതിനായി കക്ഷിഭേദമന്യേ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് ചികിത്സാ സഹായ സമിതിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. ചികിത്സയ്ക്കുള്ള 45 ലക്ഷം സ്വരൂപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് പ്രശാന്ത് കുമാറിന്റെ മരണവാർത്തയെത്തിയത്. ഇതോടെ നാടാകെ ദുഃഖത്തിലായി. ധന്യയാണ് പ്രശാന്ത് കുമാറിന്റെ ഭാര്യ. വിവേക്, വിസ്മയ എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടക്കും. വേലൂർ കുറുമാലിൽ കടന്നലുകളുടെ ആക്രമണത്തിൽ 3 പേർക്ക് സാരമായി പരിക്ക്. തൊഴിലുറപ്പ് തൊഴിലാളികളായ ചീരോത്ത് വീട്ടിൽ 51 വയസ്സുള്ള മിനി, നെല്ലിക്കൽ വീട്ടിൽ 58 വയസ്സുള്ള വത്സല എന്നിവർക്കും നാട്ടുകാരനായ തോപ്പിൽ 27 വയസ്സുള്ള ജെമിനുമാണ് കടന്നൽ കുത്തേറ്റത്. രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. കുറുമക്കാവ് ക്ഷേത്രത്തിന് സമീപം തൊഴിലുറപ്പ് തൊഴിലിന് വന്നതായിരുന്നു മിനിയും വത്സലയും. കാറ്റിൽ കൂടിളകി കൂട്ടത്തോടെ പറന്നെത്തിയ കടന്നലുകൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജെമിന് കുത്തേറ്റത്. 3 പേരെയും ആദ്യം വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും അസഹ്യമായ വേദനയെ തുടർന്ന് പിന്നീട് മുളങ്ങോത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ചൂണ്ടൽ പഞ്ചായത്ത് 11-ാം വാർഡ് പെരുവന്മല ഹരിജൻ നഗറിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് സാമൂഹ്യ പഠന കേന്ദ്രം നിർമ്മിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാരി ശിവൻ, വാർഡ് മെമ്പർമാരായ KT ബാലകൃഷ്ണൻ, TV പ്രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും ചൂണ്ടൽ പഞ്ചായത്തിന്റെയും പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് സാമൂഹ്യ പഠന കേന്ദ്രം നിർമ്മിച്ചത്. പുന്നൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ അശോകൻ നാലപ്പാട്ട് സ്മാരക വായന അവാർഡിന് കണ്ണൂർ പിണറായി സ്വദേശിനി ദൃശ്യ പത്മനാഭൻ അർഹയായി. ജൂൺ 19 വായനാ ദിനത്തിൽ അവാർഡ് സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മികച്ച വായനക്കാരെ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടിയാണ് 2022 മുതൽ പുന്നൂർകുളം സാഹിത്യ സമിതി വായന അവാർഡ് നൽകി വരുന്നത്. MTയുടെ കഥകളെ ആസ്പദമാക്കി നടത്തിയ നിരൂപണത്തിനാണ് അംഗീകാരം. നിരൂപകനും അധ്യാപകനുമായ ഡോക്ടർ റോയ് മാത്യു അധ്യക്ഷനായ ജൂറിയാണ് വിജയിയെ തെരഞ്ഞെടുത്തത്. 10,001 രൂപയും പ്രശംസി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂൺ 19 വൈകിട്ട് 5 മണിക്ക് കുന്നത്തൂർ റെസിഡൻസി അസോസിയേഷൻ സാംസ്കാരിക നിലയത്തിൽ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് സാഹിത്യ സമിതി പ്രസിഡന്റ് ഉമ്മർ മാസ്റ്റർ അറക്കൽ, സെക്രട്ടറി രാജേഷ് കടാമ്പുള്ളി, ജനറൽ കൺവീനർ KB സുകുമാരൻ, ട്രഷറർ ഷാജൻ വാഴപ്പള്ളി, വൈസ് പ്രസിഡന്റ് ഡെറി പോൾ എന്നിവർ അറിയിച്ചു. പുന്നൂർകുളം സാഹിത്യ സമിതി കഴിഞ്ഞ 3 വർഷമായിട്ട് നടത്തുന്ന ഒരു ഫംഗ്ഷനാണ് വായന അവാർഡ്. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നമ്മൾ ഈ അവാർഡ് പ്രഖ്യാപിച്ചത്. നമ്മൾ അശോക നാലാപ്പാട്ടിൻ്റെ പേരിലാണ് നമ്മൾ ഈ അവാർഡ് കൊടുക്കുന്നത്. ഇപ്രാവശ്യം അവാർഡിന് അർഹയായത് ദൃശ്യ പത്മനാഭനാണ്. നമ്മൾ കണ്ണൂർ പിണറായി സ്വദേശിനിയാണ്. ആള് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എപ്പോഴും ഫേസ്ബുക്ക് പോലത്തെ മീഡിയകളിൽ ഇതാണ്. ഇപ്രാവശ്യം നമ്മൾ MTയുടെ കഥകളെ അധികരിച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പറഞ്ഞത്.
ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ വീട് തകർന്ന് പുസ്തകവും ബാഗും നഷ്ടമായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി BJP നേതൃത്വം. ബാഗും പാഠപുസ്തകങ്ങളും നോട്ട്ബുക്കുകളും വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും BJP മണ്ഡലം കമ്മിറ്റി വാങ്ങി നൽകി. മണ്ഡലം പ്രസിഡന്റ് ജെബിൻ PJ, മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് KS, വിഗീഷ് KV, സോമൻ കാണിയാമ്പാൽ എന്നിവർ നേതൃത്വം നൽകി. കേച്ചേരിയിൽ പട്ടാപ്പകൽ മോഷണം. വീടിന് മുൻപിൽ നിന്ന് തൂക്കുവിളക്ക് കവർന്നു. വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് മോട്ടോറുകൾ കടത്താനുള്ള ശ്രമത്തിനിടെ മോഷ്ടാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കേരള ബാങ്കിന്റെ കേച്ചേരി ശാഖയ്ക്ക് സമീപത്തുള്ള കുന്നത്തുള്ളി മോഹൻദാസിന്റെ വീട്ടിൽ നിന്നും ചൊവ്വാഴ്ച രാവിലെയാണ് തൂക്കുവിളക്ക് മോഷ്ടിച്ചത്. തുടർന്നാണ് ചാവക്കാട് സ്വദേശി കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള വാടക ക്വാർട്ടേഴ്സിലെ കിണറ്റിൽ നിന്നും 2 മോട്ടോറുകൾ കവർച്ച ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അങ്കമാലി സ്വദേശിയെ നാട്ടുകാർ പിടികൂടി കുന്നംകുളം പോലീസിൽ ഏൽപ്പിച്ചത്. കാലടി കാഞ്ഞൂർ കോട്ടയ്ക്കൽ വീട്ടിൽ ജോസഫാണ് പിടിയിലായത്. മോഷണം ആസൂത്രണം ചെയ്ത് കാറിലെത്തിയ ശേഷം കവർച്ച നടത്തിയ സാധനങ്ങൾ കാറിലേക്ക് മാറ്റുന്നതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചു. മോഷ്ടിച്ച സാധനങ്ങൾ ചുവന്ന നിറത്തിലുള്ള കാറിലേക്ക് മാറ്റിയതായാണ് നാട്ടുകാർ പറയുന്നത്. ജോസഫ് പിടിയിലായതോടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാർ വേഗത്തിൽ എടുത്തുപോയതായും പറയുന്നു. നാട്ടുകാരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് മേഖലയിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു. മോഷണത്തിനുള്ള ശ്രമത്തിനിടെ പിടിയിലായ ജോസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സാമൂഹ്യവിരുദ്ധരും മദ്യപ സംഘങ്ങളും മേഖലയിൽ പലയിടത്തും മോഷണം നടത്തുന്നതും മോഷണ വസ്തുക്കൾ വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ച് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നതും പതിവാണെന്ന പരാതിയും ഉണ്ട്. നീലങ്കാവിന്റെ പിന്നിലെ തോന്നുന്നുണ്ട് ഇറക്കിയതാ വരുന്നത്. ഈ തന്തേനെ ഇറക്കിയിട്ടും കൂടി കൊണ്ടുവന്നത് ഈ വിളക്ക് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടെടുത്തിട്ട് 50 രൂപ വരെ പറഞ്ഞു ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും തന്നിട്ട് ഈ വിളക്ക് എടുത്തോളൂ എന്ന് പറഞ്ഞു. അവരെടുത്തില്ല. ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞാലും തൊഴിലുറപ്പില്ലാത്തവരല്ല. ഈ കുട്ടി സ്കൂളിൽ പോയി, ഞാൻ തൊഴിലുറപ്പിൽ പോയി. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകർക്ക് ഉൾപ്പെടെ നിരവധി യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ ഗുരുവായൂരിലെ പാത തിരുനാവായയിലേക്ക് നീട്ടണമെന്നും വടക്കോട്ടുള്ള ട്രെയിൻ സർവീസ് നാടിന്റെ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം VS സുനിൽകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG ശിവാനന്ദൻ, NK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ഞായർ തിങ്കൾ ദിവസങ്ങളിലായി പുന്നൂർക്കുളത്ത് നടന്ന സമ്മേളനത്തിൽ 9 ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. മണ്ഡലം സെക്രട്ടറിയായി CV ശ്രീനിവാസനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി KK ജ്യോതിരാജനെയും 21 അംഗ മണ്ഡലം കമ്മിറ്റിയെയും 15 അംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും യോഗം തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ നന്ദി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം സഭാംഗണത്തിന്റെയും വിദ്യാലയ നവീകരണ പ്രവർത്തികളുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ്, SMC ചെയർമാൻ ശങ്കരനാരായണൻ, PTA വൈസ് പ്രസിഡന്റ് CM അഷ്റഫ്, OSA പ്രസിഡന്റ് വിജയൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ V സ്മിത, പ്രധാന അധ്യാപിക ഷേർലി പെലക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് സഭാംഗണവും അസംബ്ലി സ്റ്റേജും നിർമ്മിച്ചത്. വിദ്യാലയത്തിന്റെ മെയിൻ്റനൻസ് വർക്കുകൾക്കായി 7 ലക്ഷം രൂപയും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായി 2 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു. കുന്നുകുളം നഗരസഭയ്ക്ക് 18 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ ചെർളയത്ത് ശാന്തകുമാരി അമ്മയെ കിഴൂർ പകൽവീട് ഉപദേശക സമിതിയും നഗരസഭയും ചേർന്ന് അനുസ്മരിച്ചു. പകൽവീട്ടിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. 2019 തനിച്ച് താമസിക്കുകയായിരുന്ന ശാന്തകുമാരി അമ്മ നഗരസഭയ്ക്ക് വീടിനോട് ചേർന്നുള്ള സ്ഥലം വിട്ടു നൽകിയത്. നഗരസഭാ പ്ലാൻ ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇവിടെ നഗരസഭയുടെ 2ാമത്തെ പകൽ വീട് നിർമ്മിച്ചത്. ശാന്തകുമാരി അമ്മയ്ക്ക് PMAY ലൈഫ് പദ്ധതി പ്രകാരം നഗരസഭ വീട് പണിത് നൽകിയിരുന്നു. കുന്നകുളം കക്കാട് PWD ഗസ്റ്റ് ഹൗസിന്റെ 1ാം നിലയിൽ നിന്ന് കാൽവഴുതി താഴേക്ക് വീണ് പൊന്നാനി സ്വദേശിക്ക് ദാരുണാന്ത്യം. പൊന്നാനി തൃക്കടവ് പാണ്ടം പറമ്പത്ത് മന നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ മകൻ 70 വയസ്സുള്ള ശങ്കരനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ഉടനെ കുന്നകുളം താലൂക്ക് ആശുപത്രി ആംബുലൻസ് പ്രവർത്തകർ കുന്നകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
2025-2026 ജനകീയാസൂത്രണം ചെണ്ടുമല്ലി കൃഷി പദ്ധതി പ്രകാരം ഒരുമനൂർ പഞ്ചായത്തിൽ നടന്ന ചെണ്ടുമല്ലി തൈ വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് വിജിത സന്തോഷ് നിർവഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കയ്യുമ്മു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KV രവീന്ദ്രൻ, ET ഫിലോമിന ടീച്ചർ, ഹസീന അൻവർ, നഷ്ര മുഹമ്മദ്, സിന്ധു അശോകൻ, നസീർ മൂപ്പിൽ, ആരിഫ ജുഫേർ, KJ ചാക്കോ, ബ്ലോക്ക് മെമ്പർ ഷൈനി ഷാജി, കൃഷി ഓഫീസർ അനഘ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും കർഷകരും പങ്കെടുത്തു. ജൈവകൃഷി, ചെണ്ടുമല്ലി കൃഷി എന്നിവയിൽ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ കൃഷ്ണനുണ്ണിയുടെ നേതൃത്വത്തിൽ പരിശീലനവും ഒരുക്കിയിരുന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പഴുനാന കാണിപ്പയ്യൂർ റോഡിൽ അറവു മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാകുന്നു. ഇതേ തുടർന്ന് ഇവിടെ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. കുട്ടികളും വയോജനങ്ങളും അടക്കം നിരവധി യാത്രക്കാർ ദിവസവും സഞ്ചരിക്കുന്ന റോഡാണിത്. അക്രമകാരികളായ തെരുവുനായ്ക്കൾ മനുഷ്യജീവന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ തെരുവുനായ ശല്യം ഉടൻ പരിഹരിക്കുക, അറവു മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നു തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ന്യൂസ് പേജ് പഴുനാന വാട്സപ്പ് കൂട്ടായ്മ ചൊവ്വന്നൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കടങ്ങോട് പഞ്ചായത്ത് കിഴക്കുമുറി വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മികവ് 2025 വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. അധ്യാപകനും കവിയുമായ ഡോക്ടർ ER ശിവപ്രസാദ് പുരസ്കാര വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം CV സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് കൃഷിഭവനിൽ കൃഷി ഓഫീസറായി ജോലി ലഭിച്ച ഭൂവനയെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ്, CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, ജാനകി പത്മജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചീഞ്ഞളിഞ്ഞ നിലയിൽ കരയ്ക്കടിഞ്ഞ ഒരാഴ്ച പഴക്കമുള്ള ഡോൾഫിനെ മന്ദലാംകുന്ന് യാസീൻ പള്ളി മയ്യത്ത് പരിപാലന കമ്മിറ്റി പ്രവർത്തകർ സംസ്കരിച്ചു. 6 അടിയോളം നീളമുള്ള ഒരാഴ്ച പഴക്കമുള്ള ചീഞ്ഞളിഞ്ഞ ഡോൾഫിനെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ നാട്ടുകാരാണ് കണ്ടത്. ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പ്രവർത്തകർ കടൽ തീരത്തോട് ചേർന്ന് വലിയ കുഴിയെടുത്ത് അതിൽ സംസ്കരിക്കുകയായിരുന്നു. മന്ദലാംകുന്ന് യാസീൻ പള്ളി മയ്യത്ത് പരിപാലന കമ്മിറ്റി പ്രവർത്തകരായ KK അക്ബർ, ഷെഫീഖ് രാമി, മൻസൂർ ആളത്തയിൽ, റംഷാദ് ബാവ, അബൂബക്കർ, അലിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ മാസം അവസാന വാരത്തിലും ഇത്തരത്തിൽ ദുർഗന്ധം വമിക്കുന്ന തരത്തിൽ ഡോൾഫിൻ കരയ്ക്കടിഞ്ഞിരുന്നു. വെള്ളിത്തിരുത്തിൽ ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ടാലന്റ് ബ്ലൂം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ഈ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പ്രവേശനം നേടിയ എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഓരോ വിദ്യാർത്ഥികളുടെയും അഭിരുചികളെ മനസ്സിലാക്കുവാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് ടാലന്റ് ബ്ലൂം നടത്തിയത്. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നിവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്തുകളുടെ 2ാം ഘട്ട ഉദ്ഘാടനം ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ B ദിലീപ് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, മുൻ നഗരസഭാ ചെയർമാനും കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, 19ാം വാർഡ് കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ M ഷമീർ എന്നിവരും ജനപ്രതിനിധികൾ, സിവിൽ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. 1,95,000 രൂപ ചെലവഴിച്ച് 19 ബോട്ടിൽ ബൂത്തുകളാണ് സ്ഥാപിക്കുന്നത്. ബാലഗോകുലം ഗുരുവായൂർ ഗോകുലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ വാർഷികാഘോഷം നടത്തി. അഞ്ഞൂർ പാർക്കാടി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് സാഹിത്യകാരി സുനിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഉദ്ഘാടന സഭ, പ്രതിനിധി സഭ, ബാലസഭ, ചർച്ചാ സഭ, താലൂക്ക് സഭ, സമാപന സഭ എന്നിങ്ങനെ വിവിധ സെക്ഷനുകളായിട്ടാണ് ജില്ലാ വാർഷികം നടത്തിയത്. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷനോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ ജില്ലാ അധ്യക്ഷൻ KM പ്രകാശൻ പതാക ഉയർത്തി. ഗോകുല ജില്ലാ സമിതി അംഗം A രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. KM പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ഉത്തരകേരളം സമിതി അംഗം KV കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. PK ശിവദാസ് വൃത്താവതരണവും നടത്തി. തുടർന്ന് നടത്തിയ വിവിധ സെഷനുകളിൽ MR പ്രമോദ്, PB സുദേവ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്യെഴുത്ത് മാസിക മത്സര ഫലപ്രഖ്യാപനവും ഉണ്ടായി. UAE നടന്ന GPL ഗുരുവായൂർ പ്രീമിയർ ലീഗ് പ്രഥമ സീസണിൽ ഇൻവോടെക്സിന് കിരീടം. വാശിയേറിയ ഫൈനലിൽ ഡിഫൻസ് ഇരിങ്ങപ്പുറത്തെ പരാജയപ്പെടുത്തിയാണ് ഇൻവോടെക്സ് കപ്പ് നേടിയത്. ഫൈനലിൽ ഇൻവോടെക്സ് ടീമിലെ ഷാഹിൽ മാൻ ഓഫ് ദി മാച്ച് സ്വന്തമാക്കി. മുഷഹിർ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി. മികച്ച വിക്കറ്റ് കീപ്പറായി ചലഞ്ചേഴ്സ് പട്ടിക്കരയിലെ ഉവൈസിനെയും മികച്ച ബാറ്റ്സ്മാനായി ഇൻവോടെക്സ് ടീമിലെ മുഷഹിറിനെയും മികച്ച ബൗളറായി ഇൻവോടെക്സ് ടീമിലെ തന്നെ പ്രണവിനെയും തെരഞ്ഞെടുത്തു. ടൂർണമെന്റിന് GPL കോർഡിനേറ്റർ രാഹുൽ സച്ചൂസ്, മറ്റു ഭാരവാഹികളായ പ്രവീൺ, നവീൻ, അഖിൽ, സനത്ത്, രാഗിൽ, രാഹുൽ, നന്ദു, മാത്യു, സുമേഷ്, KK, റിഫാസ്, നിതിൻ, ഹരി തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ,
കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,200 രൂപ, സ്വർണം പവന് 73,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 118 രൂപ. ചർമ്മം വടക്കേക്കാട് തിരുവളഞ്ഞൂർ കൊമ്പൻ വർഗീസ് ഭാര്യ ഫിലോമിന നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്നു. പരേതയായ എൽസി, മേരി, തോമസ്, മോളി, ഫിജി, ജിഫി എന്നിവർ മക്കളാണ്. അരിയന്നൂർ പടിഞ്ഞാറോട്ട് വാസുദേവൻ നായർ നിര്യാതനായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. സതീദേവി ഭാര്യയും വിനോദ്, വിനി, വിജയൻ, വിമൽ എന്നിവർ മക്കളുമാണ്. അക്കിക്കാവ് കണ്ണനായ്ക്കൽ വീട്ടിൽ ലില്ലി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ഉക്രുവാണ് ഭർത്താവ്. സീന, സാംസൺ, സ്റ്റെല്ല എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 3 ദിവസം കൂടി മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തീരപ്രദേശത്ത് താമസിക്കുന്നവരും താഴ്ന്ന പ്രദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. ചൊവ്വനൂരിൽ ഇരുനില വീട് തകർന്നു വീണു. മന്ദലാംകുന്ന് വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ MLAയുടെയും കളക്ടറുടെയും നേതൃത്വത്തിൽ യോഗം ചേരും. തിപ്പലശ്ശേരി മൃഗാശുപത്രിക്ക് സമീപം റോഡ് തോടായി മാറി. ചാട്ടുകുളത്ത് നടപ്പാതയ്ക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങി. റോഡ് ചെളിക്കുളത്തിന് സമാനമായി മാറി. വേലൂർ കുറുമാലിൽ കടന്നലുകളുടെ ആക്രമണം. 3 പേർക്ക് സാരമായി പരിക്ക്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പ്രദേശവാസിക്കുമാണ് പരിക്ക്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടകർക്ക് ഉൾപ്പെടെ നിരവധി യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ ഗുരുവായൂരിലെ പാത തിരുനാവായയിലേക്ക് നീട്ടണമെന്നും വടക്കോട്ടുള്ള ട്രെയിൻ സർവീസ് നാടിന്റെ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്നും CPI. കേച്ചേരിയിൽ പട്ടാപ്പകൽ മോഷണം. വീടിന് മുൻപിൽ നിന്ന് തൂക്കുവിളക്ക് കവർന്നു. വാടക കോട്ടേഴ്സിൽ നിന്ന് മോട്ടോറുകൾ കടത്താനുള്ള ശ്രമത്തിനിടെ മോഷ്ടാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പിടിയിലായത് കാലടി കാഞ്ഞൂർ സ്വദേശി കോട്ടക്കൽ വീട്ടിൽ ജോസഫ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.